السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, കേരളത്തിൻ്റെ നാനാപ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ നമ്മേവരെയും പോറ്റി വളർത്തുന്ന, ഈ പ്രപഞ്ചത്തെ ആകമാനം താളപ്പിഴ കൂടാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യം തന്നെ ഗൗരവപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശാരീരികമായി ഒരല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇരുന്നു പ്രസംഗിക്കാൻ ഞാൻ നിർബന്ധിതനായത്. ഉദ്ദേശിച്ച വിഷയങ്ങൾ ഉദ്ദേശിച്ച ഊന്നലുകളോടുകൂടി പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്ക് സാധിക്കുമോ എന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിഷമകരമായിട്ടാണ് തോന്നുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ച വിഷയങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് പറയുവാൻ അവൻ നമുക്ക് സൗകര്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യുന്ന ഈ പരിപാടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും സലഫു സാലിഹികളുമൊക്കെ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ റമളാനിനെ കുറിച്ചും റമളാനിൻ്റെ അഹ്കാമുകളെക്കുറിച്ചും വിധിവിലക്കുകളെക്കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റമളാൻ വന്നതിനു ശേഷമല്ലല്ലോ റമളാനിനെ കുറിച്ച് പറയേണ്ടത്. വരുന്നതിന് മുമ്പ് തന്നെ റമളാനിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ വിശ്വാസി സമൂഹം നടത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ അഹ്ലൻ റമളാൻ പരിപാടിയിൽ ഇങ്ങനെയൊരു വിഷയം നാം ചർച്ചക്കെടുക്കുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്താണ്. നോമ്പ് നമുക്കുണ്ടാക്കി തീർക്കേണ്ട ഒരു വലിയ മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ നിങ്ങളെ ധരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അസ്സുയാമു ജുന്നത്തുൻ. നേരത്തെ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുകാണും, നോമ്പ് ഒരു പരിചയാണ്. ഫൈദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നിങ്ങളിൽ ഒരാളുടെ നോമ്പിന്റെ ദിവസമായി കഴിഞ്ഞാൽ അയാൾ അശ്ലീലം സംസാരിക്കാൻ പാടില്ല, അയാൾ ബഹളം വെക്കാൻ പാടില്ല. എന്നു മാത്രമല്ല, ഫൈൻ ഇംറുഹും സാബ്ബഹു ഖാതലഹു. ഒരാൾ അയാളെ ചീത്ത വിളിക്കുകയോ വഴക്കടിക്കാൻ വരികയോ ചെയ്യുകയാണെങ്കിൽ ഫൽയഖുൽ ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറട്ടെ. വഫീ റിവായത്തിൻ ഇന്നി സ്വായിമുൻ മർറതൈനി, 2 തവണ അയാൾ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ്. യഥാർത്ഥത്തിൽ നോമ്പുകാരൻ വെറുതെ പട്ടിണി കിടന്നത് കൊണ്ട് മാത്രം നോമ്പാകുന്നില്ലെന്നും അയാൾ എന്തുമാത്രം സ്വയം നിയന്ത്രണം ശീലിക്കണമെന്നുമാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും വികാരം വിജൃംഭിതമാകുന്ന രംഗമാണ് മറ്റൊരാൾ വന്ന് തന്നെ വെല്ലുവിളിക്കുക. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങ് ഇറങ്ങടാ, ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, ഇങ്ങ് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരാൾ ശണ്ഠക്ക് വിളിക്കുകയാണ്. പക്ഷേ നമ്മുടെ വികാരം വിക്ഷോഭിച്ചിട്ട് നോമ്പാന്നൊന്നും ഞാൻ നോക്കിയില്ല, കൊടുത്തു 4 എണ്ണം എന്ന് പറയാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് പോലെ പ്രതികരിക്കാൻ എനിക്കറിയാം, ഇതിനെങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം, ഞാൻ നോമ്പുകാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിക്കപ്പെട്ട മാസത്തിലാണ് നാം. അതുകൊണ്ട് നീ ഇപ്പൊ തൽക്കാലം പോയിക്കോ, ഒരുപക്ഷെ അതിന്റെ ദുർബലതയാണെന്ന് നീ പറഞ്ഞേക്കും, സാരമില്ല, നോമ്പാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം.
വാസ്തവത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അയാൾ വികാര നിയന്ത്രണം ശീലിക്കേണ്ട ഒരു രംഗമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ നോമ്പുകാർക്ക് അത് സാധിക്കാതെ പോകുന്നത് നോമ്പ് എന്താണ് എന്തല്ല എന്ന് പഠിക്കാതെ ഉൾക്കൊള്ളാതെ നോമ്പെടുക്കുന്നത് കൊണ്ടാണ്. പതിറ്റാണ്ടുകളായി നോമ്പെടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ എന്റെ മുമ്പിലുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളായി നോമ്പെടുക്കുന്നു. പക്ഷെ നോമ്പ് എന്താണ് എന്തല്ല എന്ന് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചു ഉൾക്കൊള്ളാൻ പലപ്പോഴും നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. അതിപ്പോ എന്താത്ര പഠിക്കാൻ? കാക്കകാരന്മാരായി റമളാൻ മാസം ഉദിച്ചാൽ പിന്നെ പട്ടിണി എടുക്കണം, വൈകുന്നേരത്തെ എന്തെങ്കിലും കിട്ടുള്ളൂ, അതിനിപ്പോ എന്താത്ര പഠിക്കാൻ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു ചടങ്ങ് എന്നോണം മുമ്പേ ശീലിച്ചു പോന്ന പരമ്പരാഗതമായ ഒരു വരണ്ട ആചാരം എന്ന നിലക്ക് മാത്രം നോമ്പിനെ കാണുന്നവർക്ക് ഇത് സാധിച്ചു കൊള്ളണമെന്നില്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് ശണ്ഠക്ക് വന്നവനെ അതുപോലെ പ്രതികരിക്കാതെ നന്മ കൊണ്ടവനെ കീഴടക്കാൻ അല്ലെങ്കിൽ അവനെ തണുപ്പിക്കാൻ, അവനെ ഒഴിച്ചുവിടാൻ സാധിക്കണം. കോപം വരുന്ന സന്ദർഭമാണത്. കോപം വരുമ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദ്വന്ദ്വ യുദ്ധത്തിൽ തന്റെ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തൻ, മറിച്ച് കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നവൻ ആരോ അവനാകുന്നു ശക്തൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ആ ആശയം തന്നെയാണ് ഞാൻ ഓതി വെച്ച ആയത്തും പഠിപ്പിക്കുന്നത്. ഇദ്ഫഅ ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക. അങ്ങനെ നീ ചെയ്താൽ നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ ബദ്ധ ശത്രുതയുണ്ടെങ്കിൽ പോലും, അയാൾ നിന്റെ ബദ്ധ വൈരിയാണെങ്കിൽ പോലും, കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ആത്മമിത്രമായി തിരിച്ചു വരും. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങനെയാണല്ലോ പ്രതികരിച്ചത്. ഹേയ്, ഞാനൊരു പോയത്തക്കാരൻ, നോമ്പെടുത്തൊരു മനുഷ്യനോട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അയാൾ ഒന്നും മിണ്ടിയില്ലല്ലോ, അയാളുടെ ഒരു മനസ്സിന്റെ വിശാലത എന്ന് പറഞ്ഞ് വന്നവൻ തിരിച്ചു ചിന്തിക്കും. അപ്പോൾ ചിന്തിച്ചില്ലെങ്കിലും വീട്ടിൽ പോയ ആൾ ചിന്തിക്കും വേണ്ടിയില്ലായിരുന്നു. പിന്നീട് അവൻ വന്നിട്ട് മാപ്പ് ചോദിക്കും, ഞാൻ അന്ന് പറഞ്ഞത് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞതാണ്, ക്ഷമിക്കണമെന്ന്. അങ്ങനെ ബദ്ധശത്രുവായ വ്യക്തി ആത്മമിത്രമായി മാറുന്നത് നിനക്ക് കാണാൻ സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വാസ്തവത്തിൽ വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത് വ്യക്തി ജീവിതത്തിൽ മാത്രമാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക. സാമൂഹ്യമായ ഒരു രംഗത്ത് ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് ചെയ്ത് അങ്ങനെ തന്നെ പ്രതികരിക്കേണ്ടി വരും. നമുക്കറിയാം ബദറും മുഹദും ഖന്തക്കും ഹൈബറും ഒക്കെ ഉണ്ടായത് വിട്ടുവീഴ്ച ഇസ്ലാമിൽ ഇല്ലാത്തതുകൊണ്ടല്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി ദ്രോഹിച്ച ആളുകൾക്ക് റസൂൽ മാപ്പ് കൊടുക്കുകയാണ്, അല്ലേ? തൂക്കി ഒരു വാള് മരത്തിൽ തൂക്കി അതിന്റെ കീഴെ ഉറങ്ങുന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് അറാബി വന്നിട്ട് വാളെടുത്തിട്ട് മുഹമ്മദെ നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ച രംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലേ? അയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു. അയാളുടെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണു എന്നാ പറഞ്ഞത്. ആ മറുപടി കേട്ടിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ, അയാളത് മാപ്പ് നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടയച്ച സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിട്ടുവീഴ്ച ചെയ്യുക വ്യക്തി ജീവിതത്തിൽ എന്നത് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. പക്ഷെ അതിനുശേഷം പറഞ്ഞ ആയത്തുകൂടി നിങ്ങൾ അതിനോട് ചേർത്തി വായിക്കണം. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹല്ലിൻ അലീം. വലിയ ക്ഷമാലുക്കൾക്കല്ലാതെ ഈ അവസ്ഥ പ്രാപിക്കാൻ കഴിയില്ല. തിന്മയെ നന്മ കൊണ്ട് തടഞ്ഞു പ്രതിരോധിക്കുക എന്നത് മഹാഭാഗ്യവാന്മാർക്കല്ലാതെ സാധിക്കാത്ത ഒരു പദവിയാകുന്നു എന്നുകൂടി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാൻ നമ്മുടെ വികാരങ്ങളെ ആസകലം നിയന്ത്രിക്കുന്ന, നാം നമ്മെ തന്നെ നിയന്ത്രിക്കുന്ന മഹത്തായ ഒരു ശക്തി വിശേഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറും ഒരു പട്ടിണിയല്ല അത് നമ്മളിൽ ഒരു വലിയ ആത്മചൈതന്യം, ഒരു വലിയ ഈമാനിക ഊർജം നമുക്ക് നൽകേണ്ടതുണ്ട്. അടുത്ത 11 മാസത്തെ ഇസ്ലാമിക ജീവിതത്തിനും കരുത്തു പകരുന്ന ഒരു ഊർജമായി അത് മാറേണ്ടതുണ്ട്. പക്ഷെ പല സുഹൃത്തുക്കളും കണ്ടിട്ടില്ലേ നിങ്ങള്, നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഈ സ്പോർട്സിനൊക്കെ ഓടാൻ നിൽക്കുമ്പോ റഫറി വിസിൽ പിടിച്ച് നിൽക്കുമ്പോ കുട്ടികളുടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് എന്നതുപോലെ സിഗരറ്റും തീപ്പെട്ടി ഇങ്ങനെ കൊള്ളി ഇങ്ങനെ പിടിച്ച് നിൽക്കല. അല്ലാഹു അക്ബർ വരുതി അപ്പത്തിന് വലിച്ച് ബാങ്ക് തീർന്നതിന് മുമ്പ് ഒരു 3 എണ്ണം വലിച്ച് ബാങ്ക് കഴിഞ്ഞിട്ട് 4 എണ്ണം, എന്നിട്ട് മൂപ്പര് വെള്ളം കുടിക്കും നിസ്കരിക്കൊള്ളൂ. എന്തിനാണ് ഇയാൾ നോമ്പെടുത്തത്? എന്നിട്ട് പിന്നെ അങ്ങ് വലിയോട് വലിയാണ്. നിസ്കാരം കഴിഞ്ഞിട്ടൊരു 3 എണ്ണം, ഭക്ഷണം കഴിഞ്ഞിട്ടൊരു 4 എണ്ണം, പിന്നെ തറാവിന് മുമ്പ് ഒരു 5 എണ്ണം, പിന്നെ തറാവി കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ 6 എണ്ണം, പിന്നെ അത്താഴത്തിന് എണീക്കുമ്പോൾ ഒരു 12 എണ്ണം. അങ്ങനെ പകല് വലിച്ചതിന്റെ ഒക്കെ ഇരട്ടി പലിശ അടക്കം മൂപ്പര്